പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് ധ്യാനിപ്പാൻ ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. 8-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം വായിച്ച് നമ്മുടെ ധ്യാനം നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിൻ്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ഈ വാക്യത്തിൽ ദൈവത്തിൻ്റെ നാമത്തെക്കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. നാം അവിടെ വായിക്കുന്നത് നിൻ്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠം ആയിരിക്കുന്നു എന്നാണ്. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത എന്ത് എന്ന് നമുക്ക് തിരുവെഴുത്തിലൂടെ ചിന്തിക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാം, ഒരു ആളുടെ പേര് എന്ന് പറയുമ്പോൾ, നാമം എന്ന് പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട 3 വസ്തുതകളുണ്ട്. ഒന്ന്, ആ നാമത്തിൻ്റെ ശക്തി എന്നുള്ളതാണ്. തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുന്ന, എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയുന്ന അത്ര ശക്തിയുള്ള ഒരു നാമമാണ് നമ്മുടെ കർത്താവിൻ്റെ നാമം. രണ്ടാമത്, ആ പേരിൽ അടങ്ങിയിരിക്കുന്ന അധികാരം, ദ അതോറിറ്റി. എന്താണ് തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പം സകല അധികാരവും നൽകപ്പെട്ട നാമമാണ് നമ്മുടെ കർത്താവിൻ്റെ നാമം. മൂന്നാമത്, ഒരു നാമം എന്ന് പറയുമ്പോൾ ആ നാമം വഹിക്കുന്നയാളുടെ സ്വഭാവമാണ്. നമ്മുടെ കർത്താവിനെ കുറിച്ച് തിരുവെഴുത്ത് വായിക്കുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകുന്നു എന്നാണ്. അപ്പോൾ തന്നെ നാം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുവാൻ ശക്തിയുള്ള നാമമാണ് നമ്മുടെ കർത്താവിൻ്റെ നാമം. നമ്മുടെ മേലും സകല ലോകത്തിൻ്റെ മേലും, നമ്മുടെ രോഗമാകട്ടെ, ദുഃഖമാകട്ടെ, വേദനയാകട്ടെ, അതിന്മേലെല്ലാം അധികാരമുള്ള നമ്മുടെ കർത്താവ്, നാം പിൻപറ്റുവാൻ നല്ല സ്വഭാവത്തിനുടമയായ നമ്മുടെ കർത്താവ്, ആ നാമം ഭൂമിയിലൊക്കെയും അത്ര ശ്രേഷ്ഠമെന്നാണ്. ആ നാമത്തെ സേവിക്കുവാൻ, ആ നാമത്തെ ആരാധിക്കുവാൻ, ആ നാമത്തെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ കർത്താവ് നൽകിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും, ഇന്ന് പകൽക്കാലം ആ കർത്താവിൻ്റെ നാമത്തെ ആരാധിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമെന്ന് ഞങ്ങൾക്ക് വായിപ്പാൻ കഴിഞ്ഞല്ലോ. അധികാരമുള്ള, ശക്തിയുള്ള കർത്താവേ, സ്വഭാവത്തിൽ സവിശേഷതയുള്ള ആ നാമത്തെ പിൻപറ്റുവാൻ, ആ നാമത്തെ സേവിക്കുവാൻ, ആ നാമത്തെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു.